സുർജിത, ഗുഡ് മോർണിംഗ്. മഴ കനത്തതു മുതൽ വയനാട്ടിലെ പല മേഖലകളിലുള്ളവരും വലിയ ആശങ്കയിലാണ്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഒപ്പം ഓറഞ്ച് അലർട്ട് ആണല്ലോ നിലനിൽക്കുന്നത്. ടി കെ ക്രിസ്റ്റീന, ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി മഴയ്ക്ക് വലിയ രീതിയിലുള്ള കുറവുണ്ടായിരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം മഴ ഒന്ന് ആഞ്ഞു പെയ്താൽ വെള്ളം ആദ്യം കയറുന്ന ഒരു പ്രദേശമാണിത്. ഇത് മണിയങ്കോട് നിന്ന് കമ്പളക്കാട്ടേക്ക് പോകുന്ന വഴിയാണ്. ആ വഴി സ്ഥിരം ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇവിടെ ഒരു ഭാഗത്ത് വാഴ പൂർണ്ണമായും മുങ്ങിയ നിലയിൽ നമുക്ക് കാണാൻ പറ്റും. മറുഭാഗത്തുകൂടി പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴ ഒഴുകുന്നതിന് ആ റോഡ് മുറിച്ച രീതിയിലാണ് ഇപ്പോൾ വെള്ളം വകഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ ഉള്ളത്. എന്തായാലും രാത്രിയിൽ മഴക്കുറവുണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ സ്ഥിതി ഇതായിരുന്നില്ല. ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഷട്ടർ ഇന്ന് ഉയർത്തുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്പിൽവേ ഷട്ടറിൽ സെക്കൻഡിൽ 50 ക്യൂബിക് ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് തുറന്നുവിടും എന്നുള്ളതാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. പനമരം പുഴ, കരമാൻതോട്, അതോടൊപ്പം തന്നെ കബനിപ്പുഴ എന്നിവിടങ്ങളിലുള്ള തീരങ്ങളിലുള്ളവർക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മാനന്തവാടി താലൂക്കിലെ പെരിഞ്ചേരി അംഗൻവാടിയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 21 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ പെരിഞ്ചേരിയിലെ വീടുകൾക്ക് സമീപം ശക്തമായ രീതിയിൽ തന്നെ ഉറവ ഉണ്ടായി. ഇതേ തുടർന്നാണ് ഈ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. പുളിഞ്ഞാൽ ഭാഗത്ത് റോഡിൽ ഗർത്തം വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടിൻ്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുള്ളത്. നേരത്തെ പറഞ്ഞ വെള്ളമുണ്ട വില്ലേജിലെ പുളിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസിന് സമീപമാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ള ഒരു പാറ ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണുള്ളത്. ജലാശയങ്ങളിലും തോടുകളിലും പുഴയിലും ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ഈ മീൻ പിടിക്കാനോ കുളിക്കുന്നതിനോ നീന്തുന്നതിനോ ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പുഴയിലൊന്നും ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിയാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവിയും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ ഒരു സ്ഥിതി എന്ന് പറയുമ്പോൾ ഇന്നലെ പകൽ കനത്ത രീതിയിൽ ഇടവിട്ട ശക്തമായ മഴയായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമായി അത്ര കണ്ട് വലിയ തോതിൽ ഉള്ള ഒരു മഴയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ടി കെ ക്രിസ്റ്റീന. ശരി, സൂര്യത്തയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വയനാട് ജില്ലയുടെ കാര്യത്തിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട നദികളിൽ ജലനിരപ്പ് ഉയരുന്നു എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ആശങ്ക. ഇപ്പോൾ രാവിലെ മഴ മാറി നിൽക്കുന്നുണ്ട്.